ഇപ്പോൾ കേരള സർവകലാശാലയിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈസ് ചാൻസലർക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തുകയായിരുന്നു SFI പ്രവർത്തകർ. അവിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു, ബസ്സുകളിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണുകയാണ്. ഇപ്പോൾ ഇത് പാളയം ക്യാമ്പസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ അതായത് നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അനുമതി നൽകാത്ത വൈസ് ചാൻസലറുടെ നടപടികൾക്കെതിരെയാണ് SFIയുടെ വലിയ പ്രതിഷേധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് സർവകലാശാല ക്യാമ്പസിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലറുടെ ഓഫീസിന്റെ മുൻപിലടക്കം SFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഇരമ്പുന്നത് കാണാൻ കഴിഞ്ഞു. ഇന്നും ആ രീതിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് വലിയ പോലീസ് സന്നാഹം എത്തുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നു, അവരെ ബസ്സിൽ കയറ്റിക്കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുന്നു. പക്ഷേ SFI പ്രവർത്തകർ, വിദ്യാർത്ഥികൾ അത് തടയുകയും ചെറുത്തുനിൽപ്പ് നടത്തുകയും ചെയ്യുന്നു. ആ രീതിയിൽ വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ഒക്കെ ചെയ്യുകയാണ്. വലിയ മുദ്രാവാക്യം വിളികളോടെയാണ് വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ അതിനെ ചെറുത്ത് നിൽക്കുന്നത്. ക്യാമ്പസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. SFIയുടെ വലിയ പ്രതിഷേധം വൈസ് ചാൻസലർക്കെതിരെ കേരള സർവകലാശാല ക്യാമ്പസിൽ അലയടിക്കുകയാണ്. അതായത് സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെ നിയമവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് SFI ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അനുവാദം നൽകാത്ത ഗവർണറുടെ അല്ലെങ്കിൽ ചാൻസലറുടെ നടപടികൾക്കെതിരെയാണ്, വൈസ് ചാൻസലറുടെ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം ഇരമ്പുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ എത്രയോ ദിവസങ്ങളായി സർവകലാശാലയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വൈസ് ചാൻസലറുടെ അഭാവമടക്കം ക്യാമ്പസിൽ വലിയ ചർച്ചയായി നിൽക്കുന്നു. എവിടെ വൈസ് ചാൻസലർ എവിടെ എന്ന ചോദ്യം SFI പ്രവർത്തകർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. മാനസ ചേരുകയാണ്. മാനസ, ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? മാനസ, തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തകരെ എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പെൺകുട്ടികൾ അടക്കമുള്ള പ്രവർത്തകരുണ്ട്. പെൺകുട്ടികളെ വലിച്ചിഴയ്ക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും തന്നെ അത് വ്യക്തമാണ്. ഏതായാലും ബാക്കിയുള്ള കുട്ടികൾ ഉപരോധം തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വീണ്ടും അതായത് അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ, പ്രവർത്തകർ വീണ്ടും കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി ഇരിക്കും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. നിലവിൽ നേരത്തെ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ച പെൺകുട്ടികളിൽ ചിലർക്ക് പരിക്കേറ്റ ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സർവകലാശാല വൈസ് ചാൻസലറിന്റെ ഈ നിയമവിരുദ്ധ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച് തന്നെയായിരുന്നു SFI പ്രവർത്തകർ ഈ ദിവസം വരെ, അതായത് ഇന്ന് 13ാം ദിവസം പിന്നിടുകയാണ് അനിശ്ചിതകാല സമരം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആദ്യം ഇത്തരത്തിൽ ബാനർ ഉയർത്തി VC-ക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ പ്രവർത്തകർ അതിനെതിരെയാണ് പോലീസ് രംഗത്തെത്തിയത്. പോലീസ് വന്ന് ബാനർ അഴിക്കണമെന്നും ഒപ്പം തന്നെ ഉപരോധം നിർത്തണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. ഇപ്പോൾ നിലവിൽ പോലീസുകാർ ഈ പ്രവർത്തകർ സ്ഥാപിച്ച പതാകയും ഒപ്പം തന്നെ ബാനറുകളും പോസ്റ്ററുകളും എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ബാക്കിയുള്ള, അതായത് സ്ത്രീ പ്രവർത്തകർ, പെൺകുട്ടികൾ അടങ്ങുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അവർ വീണ്ടും പ്രതിഷേധിക്കുമെന്ന് അറിയിക്കുമ്പോഴും അവരെ ഈ കവാടത്തിന് മുന്നിൽ ഉപരോധം ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സമീപനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ നേരത്തെ ഉയർത്തിയ ബാനർ VC-യെ കാണുവാനില്ല. അതായത് ഇത്രയും ദിവസമായിട്ടും VC സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെയും പ്രവർത്തന നിശ്ചലമായിട്ടാണ് ഉള്ളത്. ഇതിനൊക്കെയും ഒരു പരിഹാരം വേണം, മറുപടി പറയണമെന്ന ആവശ്യം ഉന്നയിച്ച് തന്നെയായിരുന്നു പ്രവർത്തകർ പ്രതിഷേധവുമായി ശക്തമായി മുന്നിട്ട് ഇറങ്ങിയത്. ഒപ്പം തന്നെ ഇവർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 4 മാസമായിട്ടും സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ വൈസ് ചാൻസലറുടെ ഈയൊരു വിരുദ്ധ മറുപടിയുമായി വൈസ് ചാൻസലർ തുടരുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിച്ചത്. നിലവിൽ കുറച്ച് പ്രവർത്തകർ ഒഴികെ ബാക്കി എല്ലാവരെയും തന്നെ സെക്യൂരിറ്റി നോക്കും, സ്റ്റേഷൻ രജിസ്റ്റർ നോക്കും. ഇതുവരെ കഴിഞ്ഞിട്ടില്ല, മാറ്റാൻ വേണ്ടി ഇതുവരെ ലെറ്റർ വന്നിട്ടില്ല. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോ ആൻഡ് ഓർഡർ കഴിഞ്ഞിട്ട് സുരക്ഷാ വീഴ്ചയല്ലേ? ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബ്രീഫിംഗ് കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ ഇന്നലെ സർവകലാശാല
ഇന്നലെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന കത്ത് നൽകിയിരുന്നു. എങ്കിൽ കൂടിയും അത് ചെയ്യാതെ ഇന്ന് ഉപരോധവുമായി എത്തിയ പ്രവർത്തകരെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് വെളിവാകുന്നതും. ഏതായാലും വിശദമായ കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എങ്കിൽ കൂടിയും നിലവിൽ ഇവിടെ ഉപരോധിച്ച എല്ലാ പ്രവർത്തകരെയും തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് പെൺകുട്ടികൾ അടങ്ങുന്ന പ്രവർത്തകർ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. പെൺകുട്ടികളെയും വലിച്ചിഴയ്ക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ചെറിയ രീതിയിൽ പരിക്ക് പറ്റുന്ന ഒരു നിലയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിഷേധം നടത്തിയ എല്ലാവരെയും പോലീസ് ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. തിരിച്ചെത്തി ഈ സമരം സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് പ്രവർത്തകരിൽ ബാക്കിയുള്ളവരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിൽ ബാക്കിയുള്ള പ്രവർത്തകർ തിരിച്ചെത്തി ഉപരോധം മാനസ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതിൽ ബാക്കിയുള്ള പ്രവർത്തകർ വീണ്ടും ഉപരോധവുമായി മുന്നോട്ട് വരികയായിരുന്നു. അതിൽ ഈ പെൺകുട്ടികൾ ഒഴിച്ചുള്ള എല്ലാ പ്രവർത്തകരെയും തന്നെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇവിടെ പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ പ്രവർത്തകരെയും തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എങ്കിലും ഇവർ ആവശ്യപ്പെടുന്ന കാര്യം അതിനൊരു മറുപടി ലഭിക്കുന്നത് വരെ ഈ സമരം ശക്തമായി തുടരുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അതെ അതെ രണ്ട് ഘട്ടമായി പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. പെൺകുട്ടികൾക്കടക്കം പരിക്ക് പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. സമരം ഇതുപോലെ തന്നെ തുടർന്നു പോവുക തന്നെയാണ് ചെയ്യുന്നത്. അതിൽ വേറെ തർക്കമൊന്നുമില്ല. പോലീസ് അത്രമാത്രം മർദ്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വനിതാ സാക്കൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സമരം മുന്നോട്ട് തന്നെ തുടർന്നു പോകുന്നതാണ്. വിസിയുടെ കാര്യത്തിലാണെങ്കിലും ജനാധിപത്യ വിരുദ്ധ സമീപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനിശ്ചിതകാല സമരം ഇന്ന് 13ാം ദിവസം പിന്നീട്. അതെ, സമരം തീരുമാനം വരുന്നത് വരെയും സമരം മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിലൊരു തർക്കവുമില്ല. തന്നെയാണ് നിലവിൽ ഈ കോളേജിലെ പ്രവർത്തകർക്ക് SFI യൂണിയന് പറയാനുള്ളത്. സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. എത്ര തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ശ്രമം ഉണ്ടായാലും തങ്ങളുടെ സമരത്തിൽ നിന്ന് പിന്നോട്ട് ഇല്ല എന്ന് തന്നെയാണ് പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെയുണ്ട്. ഇത്തരത്തിൽ 13 ദിവസമായി ഈ അനിശ്ചിതകാലം പിന്നിടുകയാണ്. അതിനിടയിൽ ഇത്തരത്തിൽ സമരം ഒത്തുതീർപ്പാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതിനൊന്നും തന്നെ പോലീസ് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ട്. അതിനൊക്കെയും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും വിശദമായ മറുപടി പിന്നീട് അറിയിക്കാമെന്ന് പോലീസ് പറയുമ്പോഴും ഇപ്പോഴും ഈ കോളേജിലെ പ്രവർത്തകരെ എല്ലാം തന്നെ മാറ്റുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറത്ത് അതായത് ഉപരോധത്തിനില്ലാതിരുന്ന പ്രവർത്തകരെ അടക്കം കോളേജ് ക്യാമ്പസ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നിന്നും പുറത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടത്. എങ്കിൽ കൂടിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാത്ത ബാക്കിയുള്ള പ്രവർത്തകർ ഇപ്പോഴും ഈ ഉപരോധവുമായി തുടരുകയാണ്. കവാടത്തിന് മുന്നിൽ ഉപരോധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനസ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് SFI യൂണിയൻ തീരുമാനമെടുത്തിരിക്കുന്നത്. വൈസ് ചാൻസലറുടെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നിലപാടിനെതിരെയാണ് SFI വളരെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചാൻസലറുടെ നിലപാടിനെതിരെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസ് അവിടെ എത്തുന്നു. ഇത്തരത്തിൽ അവിടെ പ്രതിഷേധിച്ചവരെ നീക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു പോലീസ് സന്നാഹമാണ് ഇത്തരത്തിൽ അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ അവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ
ഇവിടെ പ്രധാനമായും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ ഈ ഏറ്റവും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്പലിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ ബാനയുയർത്തി വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് SFI നടത്തിയത്. പാളയം ക്യാമ്പസിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ വലിയൊരു പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുകയാണ്. വനിതാ പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാളയം ക്യാമ്പസിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ വലിയൊരു പ്രതിഷേധത്തിലാണ് SFI യൂണിയൻ മാറുന്നത്. നേരത്തെ ഇത്തരത്തിൽ പ്രവർത്തകരുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ആ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള അനിശ്ചിതകാല സമരം തുടരാൻ തന്നെയാണ് യൂണിയന്റെ നിലപാട്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും, സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കൊന്നും തന്നെ യൂണിയൻ നീങ്ങിയിട്ടില്ല. വൈസ് ചാൻസലറുടെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് SFI നീങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ പ്രവർത്തകർ പ്രതികരിച്ചൊരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയത്. പാളയം ക്യാമ്പസിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേരള സർവകലാശാല കവാടത്തിന് മുന്നിൽ ഉപരോധിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ തന്നെ നീങ്ങാതെ ക്രമസമാധാനം നിലനിർത്തുക എന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നീങ്ങുന്നത്. ഈ ഒരു വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ 4 മാസമായിട്ടും സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വൈസ് ചാൻസലർ അനുവദിക്കാത്തൊരു ഘട്ടമുണ്ട്. ഒരു രീതിയിലും വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി കാര്യങ്ങളടക്കം തിരിഞ്ഞു നോക്കാത്തൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ SFI ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ഇത്തരത്തിൽ മാത്രമല്ല, ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം അത് തുടരുന്നൊരു കാര്യം കൂടിയുണ്ട്. തുടരാൻ തന്നെയാണ് യൂണിയന്റെ അടക്കം തീരുമാനം. പാളയം ക്യാമ്പസിലെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയൊരു പോലീസ് സന്നാഹമടക്കം ഇപ്പോൾ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. മാനസ മനോജ് ചേരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മാനസ, നമ്മൾ നേരത്തെ കണ്ടു വനിതാ പ്രവർത്തകരെ അടക്കം നീക്കുന്നൊരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ പൂർണ്ണമായും അവിടെ പ്രതിഷേധിച്ചവരെ പോലീസ് നീക്കിയിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരം? തീർച്ചയായും ആതിര, പൂർണ്ണമായും ഈ പ്രതിഷേധക്കാരെ മുഴുവൻ തന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഈ പ്രവർത്തകരായ വനിതാ പ്രവർത്തകരുണ്ടായിരുന്നു. വനിതാ പ്രവർത്തകരെ വലിച്ചിഴച്ച് ആണ് കൊണ്ടുപോയത്. അതിൽ പരിക്ക് പറ്റിയ വനിതാ പ്രവർത്തകർ ഉണ്ട്. അതിൽ ഒരാളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ 3 ഘട്ടമായാണ് പോലീസ് നിലവിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ഒപ്പം SFI സംസ്ഥാന
പ്രസിഡന്റ് PM ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. അവരെ അടക്കം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ VC-ക്കെതിരെയുള്ള ഒരു വിരുദ്ധ സമരം തന്നെയാണ്, അല്ലെങ്കിൽ പ്രതിഷേധ സമരം തന്നെയാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. അതിൻ്റെ ഒരു അനിശ്ചിതകാല സമരം തുടരുന്നതിന് പിന്നാലെയാണ് ഇന്ന് VC-ക്കെതിരെ ബാനർ ഉയർത്തിയിരുന്നു. VC-യെ ഈ സർവകലാശാല ക്യാമ്പസിൽ കാണുവാനില്ല എന്ന് പറഞ്ഞാണ് ബാനർ ഉയർത്തിയത്. അതിന് പിന്നാലെയാണ് പോലീസ് വന്ന് ബാനർ അഴിക്കണമെന്നും ഈ ഉപരോധം നിർത്തണമെന്നും ആവശ്യപ്പെടുന്നത്. പിന്നാലെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. പിന്നീട് കോളേജ് ഗേറ്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ ഉപരോധിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഗേറ്റ് പുറത്ത് ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ബസ് പുറത്തുവിടില്ല എന്ന വിദ്യാർത്ഥികൾ പറയുകയായിരുന്നു. പിന്നാലെ വീണ്ടും പ്രതിഷേധം ശക്തമായി, ഒപ്പം തന്നെ സംഘർഷവും ശക്തമായി. പോലീസ് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകരെ അടക്കം തന്നെ ഈ ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നാലെയാണ് ബാക്കിയുള്ള പ്രവർത്തകർ ഉപരോധവുമായി കവാടത്തിന് മുന്നിൽ എത്തിയത്. അവരെയും ഈ പ്രവർത്തകരെ ഉപരോധം നടത്തിയ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. രണ്ടാം ഘട്ടത്തിൽ ഈ വനിതാ പ്രവർത്തകർ ഒഴിച്ചുള്ള പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മൂന്നാമത്തെ ബസ്സിലാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘത്തെ പൂർണ്ണമായും ഈ ഉപരോധിച്ച ഈ വിദ്യാർത്ഥികളെ മുഴുവൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് SFI ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഞങ്ങൾക്കെതിരെയാണ് SFI വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പാളയം ക്യാമ്പസിലെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇത്തരത്തിൽ പ്രതിഷേധിച്ച SFI-ക്കാരെയൊക്കെ തന്നെ പോലീസ് അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.